നമ്മുടെ വീടിൻ്റെ അകത്തെ വളരെ രഹസ്യമായി ആരും അറിയാതെ ഒരു വസ്തു നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ താങ്ങിയെടുക്കും. ഈ ഭർത്താക്കന്മാരെ ഭാര്യ വല്ലാതെ അങ്ങ് പരിഗണിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷമില്ലാതെ ഒരു സംഗതി ഉണ്ടാവില്ല. ലൈഫ് അടിപൊളിയാകും. രഹസ്യമാണിത്. ആരും പറഞ്ഞു തരാത്തൊരു ഇൽമാട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾക്ക് കൈമാറി കിട്ടിയ ഇൽമ്, സ്വാലിഹീങ്ങളിൽ നിന്ന് കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ. അപ്പോൾ അതേതാണ് ആ രഹസ്യം എന്ന് നമ്മൾ അറിയണം. അതുമാത്രമല്ല, പൊതുപരീക്ഷയുടെ റിസൾട്ട് വരെയാണ്. അതോടൊപ്പം 10th +2 എക്സാമിനൊക്കെ വേണ്ടി നമ്മുടെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അവർക്കുള്ള ഒരു കാര്യം കൂടെ, ഒരു അത്ഭുത ഇസ്മു കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു അവർക്കൊക്കെ ഉന്നത വിജയം നൽകുമാറാകട്ടെ. അപ്പോൾ 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ. ഈ ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സമാധാനം തരട്ടെ. ഒരുപാട് പ്രവാസി സഹോദരങ്ങളുടെ കുടുംബക്കാർ സങ്കടം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. വല്ലാത്തൊരു യുദ്ധപ്രതീതിയിലാണ് അവരുള്ളത്. അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുരക്ഷിതത്വം നൽകട്ടെ. ഇന്ന് വൈകിട്ട് 5:30 നമുക്ക് ഈ യുദ്ധക്കെടുതിയിൽ നിന്നൊക്കെ മനസ്സമാധാനം ലഭിക്കാനും അത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ മനസ്സറിന് ദുആ ചെയ്യാനൊരു മജ്ലിസ് സംഘടിപ്പിക്കണം. കൃത്യം 5:30 കേട്ടോ. എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഒരു രഹസ്യ വസ്തു നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം അങ്ങ് കളർഫുള്ളാവും. നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിയോൻ ഭാര്യയോടും, ഭാര്യ ഭർത്താവിനോടും, മക്കളോടും, മാതാപിതാക്കളോടും ഒക്കെ സ്നേഹമങ്ങ് നിറഞ്ഞിട്ട് ലൈഫ് അങ്ങ് അടിപൊളിയാവും. റമളാൻ അങ്ങ് അനുകൂലമായി തീരും. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. പിന്നെ നമ്മുടെ പൊതുപരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ. 10th +2 എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. ഇവരൊക്കെ ഈ വിജയം ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട ഒരു അത്ഭുത ഇസ്മുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. 3 തവണ ചൊല്ലിയിട്ട് ദ്വാരുന്നാൽ മതി. അള്ളാഹു എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ആ രഹസ്യവസ്തു ഏതാണ്? ഏതാണ് രഹസ്യവസ്തു? അതേതാണ്? എവിടെയാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്? നമ്മുടെ വീട്ടിലാണ്. ഏതാണ് നമ്മുടെ വീട്? നമ്മൾ ഈ ദുനിയാവിൽ താമസിക്കുന്ന വീടല്ല. ഈ ദുനിയാവിലെ വീടും ആഖിറത്തിലെ വീടും ഒക്കെ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മുടെ ഈ ശരീരത്തിൻ്റെ അകത്ത് അള്ളാഹു ഒരു വീടിന് സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഖൽബ്. അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി. മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബ് പടച്ചോൻ്റെ അർശാണ്. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് നമ്മുടെ ഖൽബ് വരണമെങ്കിൽ ഈ സാധനം കൊണ്ടുപോയി രഹസ്യമായിട്ട് ആരും അറിയണ്ട അവിടെ കൊണ്ടുപോയി വെക്കണം. എന്താണ് ആ സാധനം? എങ്ങനെയാണ് വെക്കേണ്ടത്? അത് കിട്ടിയ ലൈഫ് എങ്ങനെയാണ് അടിപൊളിയാവുക? നമുക്കൊന്ന് പഠിക്കണ്ടേ? അള്ളാഹു ഉൾക്കൊള്ളാനും അന്വർത്ഥമാക്കാനും തൗഫീക്ക് നൽകട്ടെ. ആ ഇസ്മെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് പറയുകയും ചെയ്യാം. ഏതായാലും നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചോനായിട്ട് ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ഓർക്കുന്നുണ്ട് നിങ്ങൾ അല്ലേ? എനിക്ക് അള്ളാഹിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു കൊതി ഉണ്ടാവും. എന്താണ്? പടച്ചോൻ്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ. അങ്ങനെയല്ലേ? ഇപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് ചോദിക്കുക, ചെറിയ ചെറുപ്പക്കാരൊക്കെ അല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ. സജാദിന് പൊക്കണമെന്നുണ്ട്. പക്ഷേ മാഷാ അല്ലാ സമയമുണ്ടടാ. മാഷാ അല്ലാ. അപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ഫസ്റ്റ് നൈറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കണം. അതിഥികളാണെങ്കിൽ വന്നിട്ട് പോണില്ല. സമയം 9 മണി. പിന്നെ മുത്താപ്പ കൊച്ചാപ്പ സുഖമല്ലേ അല്ലേ? 10 മണി. പടച്ചോനെ കുരിപ്പുകൾ പോണില്ലല്ലോ അല്ലേ? സംഗതി അവരവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണോ സന്തോഷമാണോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുത്താപ്പായും കൊച്ചാപ്പായും ഒക്കെ ഒന്ന് മാറിക്കൊടുക്കണം. അത് വേറെ വിഷയമുണ്ട് അല്ലേ? ചില ആൾക്കാരുണ്ട് 10-10 ആകുമ്പോഴത്തേക്കും എവിടെ പുതിയാപ്പിളേനെ കണ്ടില്ല, ഒന്ന് കാണട്ടെ, വിളിച്ചവനെ എന്ന് വിളിച്ച് കാണുന്ന ആൾക്കാരുണ്ട്. പിറ്റേന്ന് കണ്ടാൽ പോരാ, അന്ന് തന്നെ അവർക്ക് കാണണം. ശരിക്കും അവൻ ആഗ്രഹിക്കുന്നത് എന്താ? അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങൾ പറയണില്ല. ഒറ്റയ്ക്കിരിക്കാനല്ലേ? ആണോ? ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെ ഇരിക്കണം. എന്നിട്ടൊന്നും പറയണില്ല. ഒറ്റയ്ക്കിരിക്കാനാണോ? അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കണത്? നിങ്ങൾ പറ. സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ? സ്നേഹിക്കുന്നുണ്ടല്ലേ? അപ്പൊ അള്ളാഹുവിന് അതിയായ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ പടച്ചോനോടൊപ്പം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്
അവിടെ എങ്ങും സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോയത്? ആണോ? എന്തിനാ പോയത്? ഒറ്റയ്ക്കിരിക്കാൻ. ആരോടൊപ്പം? അള്ളാഹിനോടൊപ്പം. നമ്മൾ പറഞ്ഞു തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റിരുന്ന് ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഞാൻ പറയട്ടെ, ലൈഫിൽ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ബോഡി ഹാപ്പി ഹോർമോണുകൾ ഇങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങൾ. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, നിങ്ങളെ ഭാര്യയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക. വെറുതെ കെട്ടിപ്പിടിച്ചിട്ടില്ല, സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഒരു 6 സെക്കൻഡ് നിൽക്കുക. എത്ര സെക്കൻഡ്? കൂടിപ്പോയ കുഴപ്പമില്ല, കുറയണ്ട. ഒരു 6 സെക്കൻഡ് ഹഗ് ചെയ്ത് ചേർത്ത് പിടിക്കുക സ്നേഹത്തോടെ. അവന്റെ ബോഡി ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അവന് ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിൽ. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ഒരു ഹഗ്, ഈ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ഹഗ് കൊടുത്തിട്ട് പോയി നോക്കിയേ. അന്നത്തെ ദിവസം 2 പേർക്കും ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഞാൻ തനിച്ചല്ല, എൻ്റെ ഇക്കാക്ക അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട് എന്നൊരു ബോധം ആരുടെ മനസ്സിലുണ്ടാവും? ഇവന്റെ മനസ്സിലുണ്ടാവും. എന്നാൽ ഇതിനേക്കാളൊക്കെ ഹാപ്പിനെസ് തരുന്ന ഒരു കെട്ടിപ്പിടുത്തുണ്ട്. അതേതാ? പാതിരാവിൻ്റെ സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നത് ഞാനും എന്നെ പടച്ച എൻ്റെ നാഥനായ റബ്ബും മാത്രം. ആരും വേണ്ട കൽബില്. എൻ്റെ റബ്ബിനോടൊപ്പം ഒറ്റയ്ക്കിരിക്കാനുള്ള കൊതിയോടുകൂടെ, അല്ലാ എനിക്ക് നിന്നെ വേണം പടച്ചോനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലാ, എനിക്ക് നിന്നെ കിട്ടണം അല്ലാ. ആ ബോധ്യത്തോടുകൂടെ ഒന്ന് ഒറ്റക്കിരുന്ന് നോക്കിയേ. ഏറ്റവും കൂടുതൽ ഹാപ്പി ഹോർമോണുകൾ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ആസ്വദിച്ചറിയാൻ പറ്റും. കാരണം എനിക്ക് ബോധ്യമുണ്ട്, എനിക്കൊരു നാഥനുണ്ട്. ആരാണത്? അല്ലാ. ഞാൻ തനിച്ചല്ല, ഞാൻ തനിച്ചല്ല. അത് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിനെ ഇഷ്ടമല്ലേ ഇപ്പൊ എല്ലാവർക്കും അല്ലേ? അതായത് ഒരാൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അള്ളാഹ് എന്ന സത്തയെ മാത്രമല്ല, പടച്ചോന്റെ സൃഷ്ടികളെ മുഴുവൻ സ്നേഹിക്കും. പടച്ചോന്റെ സൃഷ്ടികളെ സ്നേഹിക്കൂലേ? അല്ലേ? അങ്ങനെയാണ്. ഇപ്പോ ഭാര്യക്ക് ഭർത്താവിനോട് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ ഉമ്മാനോട് സ്നേഹം ഉണ്ടാവും. ഭർത്താവിന്റെ അത് കുടുംബം കലക്കാണോ എന്ന് ചിന്തിക്കണ്ട. യഥാർത്ഥ സ്നേഹം ഭർത്താവിന് ഭാര്യയോടുണ്ടെങ്കിലോ, ഭാര്യയോട് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഭാര്യയുടെ ഉമ്മയോടും ബാപ്പയോടൊക്കെ ആർക്ക് സ്നേഹം ഉണ്ടാവും? ഭർത്താവിനുണ്ട്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഉണ്ടാവും. എനിക്ക് അള്ളാനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എൻ്റെ റബ്ബിന്റെ സൃഷ്ടികൾ, അത് മുസ്ലിം മാത്രമല്ല, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ആരാ? എൻ്റെ നാഥന്റെ സൃഷ്ടികളാ. ഞാൻ അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറും. കാരണം അവരെൻ്റെ റബ്ബിന്റെ പടപ്പുകളാ അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഹൽക്കുള്ളയാണ്. ആരാണ് ഹൽക്കുള്ള? എന്താ ഹൽക്കുള്ള എന്ന് പറഞ്ഞാൽ? അള്ളാന്റെ സൃഷ്ടിയാണ്. എൻ്റെ ഭാര്യ, ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മൾ പറഞ്ഞു, എൻ്റെ ഭാര്യ അവളുടെ ഉടമ ഞാനാണോ? അല്ല. ഉടമ ആരാണ്? എൻ്റെ മക്കളുടെ ഉടമ ഞാനാണോ? ഉടമ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടി. ആ സ്നേഹം എല്ലാ പടപ്പുകളോടും ഓട്ടോമാറ്റിക്കലി അള്ളാനെ സ്നേഹിക്കുന്നവനുണ്ടാകും. അത്രേ നമുക്കറിയാം. ഇസ്ലാം കാര്യങ്ങൾ എത്രയാ? ക്ലിയർ ഉണ്ടോ? സൗണ്ട് ക്ലിയർ ഉണ്ടോ? ഇസ്ലാം കാര്യങ്ങൾ എത്രയാ? അപ്പൊ ഇമാം കാര്യങ്ങളും ഉറപ്പ് തന്നെയാണോ? മാഷാ. ഇസ്ലാം കാര്യങ്ങളിൽ 4 കാര്യങ്ങൾക്ക് നമ്മൾ ഷർത്തും ഫർളൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? ആദ്യത്തെ ഈ കാര്യങ്ങളൊക്കെ ശരിയാകണമെങ്കിൽ 1ാമത്തെ കാര്യം റെഡിയാകണം. ഏതാത്? ഷഹാദത്ത്. ഷഹാദത്തിനുണ്ട് കുറേ ഷർത്തും ഫർളും ഒക്കെ. അതിൽപ്പെട്ട ഒന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഹ്സിൻ മുസാഹബക മൻ സാഹബക തകുൻ മുഅ്മിനാ. നിന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നവരോട് നീ അതിയായ സ്നേഹത്തോടെ തിരിച്ചു പെരുമാറണം. നിന്റെ മുമ്പിൽ വരുന്നവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണം. ആ സുഹബത്ത് നിന്റെ മനസ്സിലുണ്ടോ? നീ മുഅ്മിനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് നമ്മളിപ്പോ നമ്മുടെ അയൽക്കാരോട്, കൂട്ടുകാരോട്, കുടുംബക്കാരോട് ഇവരോടൊക്കെ കാണിക്കണ സ്നേഹം അതെന്തിൻ്റെ അടയാളാ? എന്തിൻ്റെ അടയാളാ? ഈമാനിൻ്റെ അടയാളം. എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളം. ഇപ്പൊ പടച്ചോന്റെ ഔലിയാക്കൾ ഇല്ലേ? ഔലിയാക്കളാകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? വലിയ ആകാൻ ആഗ്രഹിക്കുന്നു? മാഷാ, നമ്മുടെ വഹാബി ഉസ്താദ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ട്, ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിനൊക്കെ ആകാൻ പറ്റേണ്ട ഒരു സാധനം നമ്മളെ കൊണ്ട് പറ്റൂല. ഇത് ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്കുണ്ടോ ആ ചിന്ത?
ഉണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് യൂസുഫ് അലിനെക്കാളൊക്കെ അപ്പുറത്തെത്താൻ പറ്റും. ഈ ചിന്ത നമുക്ക് തോന്നാറില്ലേ? തോന്നാറുണ്ടോ? ഇല്ലേ? ഞാൻ കഷ്ടപ്പെട്ടാല്, നന്നായി അധ്വാനിച്ച് പണിയെടുത്താൽ ചിലപ്പോൾ ഞാൻ അംബാനിയാവും. അതെന്തേ ആത്മീയ വിഷയത്തിൽ നമുക്ക് തോന്നാത്തത്? ഞാൻ കഷ്ടപ്പെട്ടാൽ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന വഴിയെ ഞാൻ നടന്നാൽ എനിക്കും അള്ളാന്റെ ഔലിയാക്കളിൽ പെടാൻ പറ്റും. അതെന്താ നമുക്ക് പറ്റാത്തത്? നമ്മൾ അത്ര ഉയർന്നിട്ടുള്ളൂ. അള്ളാന്റെ ഔലിയാക്കളുടെ ഗുണമെന്താ? അവരെ അള്ള തൃപ്തിപ്പെട്ടു. അവർ ആരെയും തൃപ്തിപ്പെട്ടു? അവർക്ക് എന്തു കൊടുത്താലും ഹാപ്പിയാണ്, അല്ലേ? അയ്യൂബ് നബിയുടെ രോഗമൊക്കെ മാറി, അയ്യൂബ് നബിയുടെ അസുഖമൊക്കെ മാറി. അപ്പൊ അള്ള ചോദിക്കുന്നുണ്ട്, അല്ല അയ്യൂബെ, എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു അവസ്ഥ? അസുഖം ഉള്ളപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ഉടച്ചോനെ, ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു. കാരണം എന്താ? അസുഖമുള്ള സമയത്ത് നീ എന്നെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. നബിയുല്ലാഹി അയ്യൂബ്. നമ്മൾ അയ്യൂബ് നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മാരക രോഗമായിരുന്നു, ജനങ്ങളൊക്കെ മാറി നിന്നു, ഒറ്റപ്പെട്ടുപോയി. അള്ള പറയുന്നുണ്ട്, അയ്യൂബേ, അയ്യൂബിനെ വിഷയം ദുആയിരുന്നോ? അത്രയും വലിയ രോഗം ഉണ്ടായിട്ട് ദുആ ചെയ്തോ രോഗം മാറാനായിട്ട്? ഇല്ല. അവസാനം അള്ള പറയുന്നുണ്ട്, ഒന്ന് ദ്വാരക്ക്, ഞാൻ മാറ്റിത്തരാം. അപ്പൊ എന്താ പറഞ്ഞത്? വഅന്നി മസ്സനിയ ദുർ, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ട് പടച്ചോനെ, നീ മാറ്റിത്തരണേ. ഏത്? മാരക രോഗങ്ങൾ കൊണ്ട് കൊല്ലങ്ങളോളം ഇടങ്ങേറായ മനുഷ്യനാണ് പറയണത്. ചെറിയൊരു, ഇതാണ് നമുക്ക് ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരർത്ഥം. എന്നാൽ അള്ളാഹനെ അറിഞ്ഞ ആരിഫീങ്ങൾ പറഞ്ഞു തരുന്നൊരർത്ഥമുണ്ട്. വഅന്നി മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. എന്താണ് ബുദ്ധിമുട്ട്? രോഗാണോ? രോഗം എനിക്ക് ബുദ്ധിമുട്ടല്ല. നീ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞില്ലേ അല്ല? എന്നെക്കാൾ അറിയുന്ന നീ, ഞാൻ ദ്വാരന്നിട്ടുണ്ടോ എന്റെ രോഗം മാറ്റിത്തരാൻ? നീ അർഹമുർ റഹീമല്ലേ? എന്നെക്കാളേറെ എന്നെ അറിയുന്ന എന്റെ നാഥനല്ലേ നീ? ഞാൻ ദ്വാരന്നിട്ടുണ്ടോ ഇനി എന്റെ രോഗം മാറാൻ? അതെനിക്ക് ഭയങ്കര സങ്കടമായി അടച്ചോനെ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. എന്തൊരു ബന്ധാണ് അവരും അള്ളാഹും തമ്മില്. നമുക്കും കഷ്ടപ്പെട്ട ദർജക്ക് നേടിയെടുക്കണം. നബിയുടെയൊക്കെ നമ്മൾ എത്തൂല, അങ്ങനെയില്ല. ഇനിയൊരു നബി വരാനുമില്ല. അവസാന നബി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാ വലിയാകാം, പരിശ്രമിച്ചാൽ മതി. വലിയെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹനെ അറിഞ്ഞവരാണ്. കച്ചവടത്തിനിടയിലും എല്ലാത്തിനിടയിലും നമുക്ക് അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇന്ന് അദാനിയേക്കാൾ വലിയ കോടീശ്വരനായിരുന്നു. ഒന്നാര്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഔലിയാക്കളിൽ മഹാനായില്ലേ? നമുക്കും പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഔലിയാക്കളുടെ സ്വഭാവം പറയുന്നുണ്ട്, ഹുമുല്ലദീന യുകല്ലിഫൂന ബിഹുബ്ബി കമാ യുകല്ലിഫു സ്വബിയ്യു ബിശ്ശൈ. അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെ ഇഷ്ടപ്പെടാൻ പറയുന്നോ അവരെ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ കുട്ടികളെപ്പോലെ വാശി പിടിക്കുന്നവരാണ്. ഔലിയാക്കളുടെ സ്വഭാവം എന്താ? ഞാൻ ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെടാൻ പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ കുട്ടികളെപ്പോലെ വാശി പിടിക്കും. കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം കിട്ടാൻ വാശി പിടിക്കണം. എങ്ങനെയാ? അത് കിട്ടണത് വരെ കരയൂലേടാ? മാഷാ കരയും. അത് കിട്ടണത് വരെ കരയും. നമ്മൾ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും കരച്ചിൽ നിർത്തൂല. അങ്ങനെയാണ് എൻ്റെ ഔലിയാക്കളെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വയഊന ഇലാ ദിക്രി കമാ യഅവൻ നസ്റു ഇലാ വക്രിഹി. ജീവിതത്തിൽ പ്രയാസം വന്നാലേ, അവരുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട് നേരിട്ടാൽ, ഒരു തകർച്ച സംഭവിച്ചാൽ അവർ പരക്കം പായൂല, ക്ഷമകെട്ട് പൊട്ടിക്കറിയൂല. അവര് എന്റെ ദിക്റിൽ അഭയം പ്രാപിക്കും. എന്തിൽ അഭയം പ്രാപിക്കും? അതല്ല ആ ദിക്റല്ല, അതൊക്കെയുണ്ട്. അതിലുമുപരി ഖൽബ് എവിടെ അഭയം പ്രാപിക്കും? അള്ളാന്റെ ദിക്റിൽ അഭയം പ്രാപിക്കും. എന്ന് വെച്ചാൽ വായു കൊണ്ട് മാത്രമല്ല, അവർ ശക്തമായി അള്ളാഹു എന്ന ബോധ്യം അവരുടെ കൽബിൽ ഉണ്ടാക്കിയെടുക്കും. അവർ ടെൻഷൻ ഉണ്ടാവും പിന്നെ ഇല്ല. ഇതുപോലെ ഒരു പറവ അതിന്റെ കൂട്ടിൽ പോയിട്ട് സേഫ് സോൺ ആക്കണത് പോലെ, അവിടെ പോയി അഭയം തേടുന്നത് പോലെ, എൻ്റെ ഔലിയാക്കൾ ഒരു പ്രയാസം വരുമ്പോ ഉടനെ എൻ്റെ ദിക്റിലേക്ക്. എനിക്കൊരു റബ്ബുണ്ട്, ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? എനിക്കാരുണ്ട്? ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? എന്റെ നാഥൻ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കെന്തിനാ ടെൻഷൻ?
രോഗം വന്നു, അൽഹംദുലില്ലാ, എന്റെ റബ്ബ് മാറ്റിത്തരും. കച്ചവടം തകർന്നു, എന്റെ റബ്ബ് മാറ്റിത്തരും. എനിക്കാരുണ്ട്? നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞു, എനിക്കാരുണ്ട്? റബ്ബുണ്ട്. അപ്പൊ അള്ളാഹിനോട് സ്നേഹമുണ്ട്, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. മാത്രല്ല എനിക്ക് വെറുപ്പുള്ള വിഷയത്തിൽ ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. എനിക്ക് വെറുപ്പുള്ളൊരു വിഷയത്തിൽ എന്റെ ഔലിയാഇന് ഭയങ്കര ദേഷ്യമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എതുപോലെയെന്നറിയോ? കമാ യഗ്ളബുൻ നമിറു ഇദാ ഹറദ. ഒരു പുലിയെപ്പോലെ അവര് ഗർജിച്ച് ചാടും. ആരോട്? അള്ളാന്റെ ശത്രുക്കളോട്. പുലിയെപ്പോലെ എന്ന് പറയാൻ കാരണം പുലിയുടെ സ്വഭാവം എന്താ? എത്ര ആളുകൾ ഓപ്പോസിറ്റ് വന്നാലും പുലി ചാടും, പേടിച്ചു നിൽക്കോ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊരു സ്റ്റേറ്റില്, ഒരു ഗ്രാമത്തില്, ഒരു നാട്ടില് പുലി ഇറങ്ങി. ഒരുപാട് ആളുകളെ നാട്ടുകാർ മുഴുവൻ എഴുന്നേറ്റ് പുലിയുടെ നേർക്ക് ചെല്ലുന്നുണ്ട്. പുലി ചാടി, പലതിൻ്റെയും കൈ പോയി, മുഖം പോയി, കണ്ണു പോയി. പുലി പേടിച്ചോ? ഇതുപോലെയാണ് അള്ളാന്റെ ഔലിയാക്കൾ. അള്ള വെറുക്കാൻ പറഞ്ഞൊരു വിഷയത്തോട് പുലിയെപ്പോലെ ഗർജിച്ച് ചാടുന്നവരാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതല്ലേ ബദറിൽ നമ്മൾ കണ്ടത് അല്ലേ? സ്വഹാബത്ത് എത്ര പേരാ? 313 പേരാണ്. അതിന്റെ 2 ഇരട്ടിയുണ്ട് ശത്രുക്കള്. യുദ്ധം എന്താന്ന് പഠിച്ചിട്ടില്ല സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് നോക്കുമ്പോ ബിലാലിന്റെ വാളിങ്ങനെ പറക്കാണ്. ബിലാലിന്റെ വാള് പറക്കുക. അന്ന് വരെ വാള് കൈ കൊണ്ട് തൊട്ടിട്ടില്ലാത്ത അടിമയായിരുന്ന സയ്യിദുനാ ബിലാൽ. എന്തേ? അള്ളാന്റെ വലിയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽ ആദ്യം അള്ളാഹ് പറഞ്ഞത് കുട്ടികളെപ്പോലെ സ്നേഹിക്കാൻ വാശി പിടിക്കും എന്നാണ്. ആര്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെയായിരുന്നു സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ സ്നേഹിച്ചാൽ മതി. സന്തോഷം കിട്ടാൻ എന്ത് മതി? സ്നേഹിച്ചാൽ മതി. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ സന്തോഷം നിറഞ്ഞു നിൽക്കാൻ എന്തുണ്ടായാൽ മതി? യഥാർത്ഥ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ഉണ്ടായാൽ മതി. അങ്ങനെയല്ലേ ഹബീബ് റസൂലുള്ളാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. ആയിഷ ബീവിനോട് ചോദിക്കാൻ, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖലാ ഫീ ബൈതിഹി. നബിതങ്ങൾ പുറത്തു നിൽക്കുമ്പോ എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്കറിയാം. വീട്ടിലെങ്ങനെയായിരുന്നു? നമുക്കിടയിലുണ്ട് പല പകൽമാന്യന്മാരും അല്ലേ? ഭയങ്കര ചാരിറ്റി പ്രവർത്തകരാണ്, മറ്റതാണ്. ഒരു മനുഷ്യന്റെ കണ്ണീരണ്ടാ നിൽക്കൂല. ഞാൻ ഇന്നാലിന്റെ പാർട്ടിയുടെ ആളാണ് ഒക്കെ പറയും. വീട്ടിലേക്ക് എറിയാലോ? കഥ കഴിഞ്ഞു അല്ലേ? എന്നാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ആയിഷ ബീവി പറയാണ്, കാന റസൂലുള്ളാഹ് അല്യനന്നാസ് ലഹാക്കൻ ബസ്സാമൻ. അല്യനന്നാസ് എന്ന് പറഞ്ഞാല് അത്ര മൃദുവായ സ്വഭാവമായിരുന്നു. വീട്ടിലേക്ക് കടന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹ് മൃദുവായ സ്വഭാവം. ലഹാക്കൻ ബസ്സാമൻ. ആ മുഖത്ത് പുഞ്ചിരിയല്ലാതെ ദേഷ്യത്തിന്റെ ഭാവം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല. സയ്യിദത്തുന ആയിഷ നമ്മുടെ ഭാര്യമാര് പറയും, ഇക്കാക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇന്ന് വരെ എൻ്റെ ഇക്കാക്ക പാവമാണ്, എപ്പോഴും ചിരിച്ച മുഖമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഭാര്യ നമുക്കുണ്ടോ? ഇക്കാക്ക് ഭയങ്കര ദേഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല. കടയിലെ ടെൻഷനാണ്, ജോലി സ്ഥലത്തെ ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, മറ്റതാണ്. ഇതൊന്നും ഇല്ലാത്ത ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. 2 മാസം തുടർച്ചയായിട്ട് മുത്തുനബിയുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ആയിഷ ഉമ്മ ഭക്ഷണം കഴിച്ചത്? കാരക്കയും വെള്ളമാണ് ഞങ്ങൾ കഴിച്ചത്. സയ്യിദത്തുന ആയിഷ. ടെൻഷൻ ഇല്ലാത്ത ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ? ആയിരുന്നോ? പക്ഷെ ടെൻഷൻ അവരുടെ കൽബിലുണ്ടായിരുന്നോ? നമ്മൾ കഷ്ടപ്പാടെന്ന് ഉദ്ദേശിക്കുന്നതിന്റെ 100 ഇരട്ടി റസൂലുള്ളാഹിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ മുത്തുനബിക്ക് അത് കഷ്ടപ്പാടായിരുന്നോ? ആയില്ല. വേണ്ട, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുട്ടികൾക്ക് വാപ്പാനോടൊരു കാര്യം പറയണമെങ്കിൽ ആരോടാ പറയാ പിള്ളേര്? ഉറക്കെ പറഞ്ഞ ആരോടാ പറയണേ? ഉമ്മാനോട്. എന്തേ വാപ്പ ദൂരെയായിപ്പോയത്? ചെറുപ്പത്തിൽ ഉമ്മ പറയണ ഒരു സംഗതിയുണ്ട്, ദേ വാപ്പി വന്നുണ്ട് അല്ലെ, കോക്കാച്ചി വന്നുണ്ടെന്ന് പറയണ പോലെയാണ് വാപ്പി വന്നുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക. അതെന്ത് വലിയ കാര്യമാണ്. ഉമ്മാരുടെ അടുത്ത് നിവേദനം കൊടുത്ത് ഉമ്മ കൊണ്ടുപോയി വാപ്പാടെ അടുത്ത് എത്തിക്കണം. നല്ല വാപ്പയല്ല സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ സ്നേഹം കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ്. എരമത്തുകാരനായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മോനൊന്ന് ഉപദേശിക്കണം. എൻ്റെ മോനെ, ഇതിപ്പോ കുറേ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഓരോരുത്തരും ഓരോ ആഴ്ച ഒരു ഉപദേശങ്ങളായിട്ട് വരുന്നുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ.
ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദ് എന്നെ മോനൊന്ന് ഉപദേശിക്കണം. നല്ല കുട്ടിയായിരുന്നു അവൻ, ഇപ്പൊ അനുസരിക്കണില്ല, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ഫോണൊക്കെ എടുത്ത് വലിച്ചെറിയാം, ഉമ്മാനോട് ബഹളം ഉണ്ടാക്കുക, വാപ്പാനോട് ഒച്ചെടുക്കുക, ഒരു വാക്കാൻ മിണ്ടാൻ പാടില്ല. ചില പിള്ളേരുടെ മുഖത്ത് ഒരു ചിരി വന്നുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ചാണോ ഉസ്താദ് പറയണേന്ന്. ഞാൻ മുഖത്തോട്ട് നോക്കണില്ല, എന്നാലും ഒരിക്കലും ഞാനും അവനെ കണ്ടു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒന്ന് റൂമിലേക്ക് വരാൻ പറഞ്ഞു. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവന്, എനിക്കും അതെ, നമ്മുടെ ഈ മക്കളോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഒറ്റയടിക്ക് കഥയൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നല്ല മോനാണെന്നുള്ള അറിഞ്ഞത്. വാപ്പിക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ നിന്നെക്കുറിച്ച് പറയുമ്പോൾ. ഇപ്പം എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അനുസരണക്കേട് കാണിക്കണുണ്ടോ? അവൻ കുറേ നേരം എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കണ്ണൊക്കെ നിറയാനുണ്ട്. ഉസ്താദേ, ഞാൻ പണ്ട് ഉമ്മച്ചീനെയും വാപ്പിച്ചീനെയൊക്കെ അനുസരിച്ച നല്ല പുള്ള തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ 4 മണിക്ക് വീട്ടിൽ വന്നാൽ ഉമ്മച്ചി എന്നോട് പറയും മീൻ മേടിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ മീൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് ഉപ്പില്ലാന്ന് പറയും, ഉപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ ഇതൊക്കെ മേടിച്ചു കൊടുക്കും, ഒന്നും പറയൂല. പക്ഷേ എനിക്ക് പിന്നെ വീട്ടിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയത് ശാപവാക്കുകളാണ്. എപ്പോഴും വാപ്പിയും മീയും എന്നിങ്ങനെ കുറ്റപ്പെടുത്തി എനിക്ക് അവരോട് വെറുപ്പായി. എനിക്കിപ്പോൾ അവർ പറയണത് എന്തെങ്കിലും കേട്ടാൽ അതിനോട് എതിര് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. ഞാനങ്ങനെ ആയിപ്പോയി. ചില കാരണവന്മാർക്ക് അങ്ങനെ ഉണ്ട്, പിള്ളേര് ചെയ്യണ 90 നന്മയും കാണൂല, ആ 10 തെറ്റുകൾ തേടി പിടിച്ചിട്ട് അവനെ കുറ്റപ്പെടുത്തും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ അള്ളാനെ മഹബത്ത് വെക്കുന്നതിൽ പെട്ടതാണ്. അള്ളാനെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അടിപൊളിയായിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, പരിഭവങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഇടിയടിയൊക്കെ ആണോ? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താണ്? ആരോട് മഹബത്തില്ല. അപ്പൊ ലൂത്ത് നബിയുടെയും കെട്ടിയോക്കടെയും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായില്ലേ ഉസ്താദെ? ചോദ്യമൊക്കെ വരും, എനിക്കറിയാം. അത് ലൂത്ത് നബിക്ക് അള്ളാനെ കിട്ടി, കെട്ടിയോക്ക് കിട്ടിയായിരുന്നോ? കെട്ടിയോള് കാഫിറത്തായിരുന്നു. ഭാര്യക്കും കിട്ടണം, രണ്ടുപേർക്കും അള്ളാനെ കിട്ടണം, അപ്പോഴാണ് ആ ജീവിതം രസം ഉണ്ടാവുക. അല്ലെങ്കിൽ ഭർത്താവ് മുത്തൊക്കെ അയക്കുമ്പോ കെട്ടിയോള് തന്നെ പറയും, നിങ്ങളിപ്പോ ആരാന്ന് എനിക്കറിയാം. അല്ല, രണ്ടുപേരും അള്ളാനെ അറിഞ്ഞു നോക്കിയേ, അവിടെ ആ ജീവിതത്തിൽ സന്തോഷമല്ലാതെ ഉണ്ടാവില്ല. അങ്ങനെയല്ലേ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഉപദേശങ്ങൾ 2 തരത്തിലുണ്ട്, സ്നേഹത്തോടെ ഉണ്ട്, ഗൗരവത്തോടെ ഉണ്ട്. കുഞ്ഞുങ്ങളോട് എങ്ങനെ നിങ്ങൾ ഉപദേശിക്കണത്? എങ്ങനെ ഉപദേശിക്കണേ? കൂടുതലും ഗൗരവല്ലേ? അങ്ങനെ ചെയ്യലടാ, പറഞ്ഞില്ല അങ്ങനെ ചെയ്യരുതെന്ന് എന്നൂല് പറയണം. സ്നേഹത്തോടെ മാത്രം പറയണം. അപ്പൊ ഉസ്താദ് എന്തെങ്കിലും തെറ്റ് ചെയ്യണോണ്ട് കഴിഞ്ഞാല്, തെറ്റ് ചെയ്യണത് കണ്ടാലും ഒറ്റടിക്ക് ബഹളം ഉണ്ടാക്കല്ല. സ്നേഹത്തോടെ ഉപദേശിച്ചിട്ട് നന്നാവൂല്ലെങ്കിൽ മാത്രമാണ് ഗൗരവത്തോടെ പറയേണ്ടത്. അതായത് ഇപ്പൊ സൈക്കോളജിസ്റ്റുകൾ പറയും, കുട്ടികളോട് നമ്മൾ ഡെയിലി 100 കാര്യങ്ങൾ സംസാരിക്കണം, ഏറ്റവും ചുരുങ്ങിയ 100 കാര്യങ്ങൾ. അതിൽ ഗൗരവത്തോടെ ഉപദേശങ്ങൾ 6 മാത്രം ഉണ്ടാകാൻ പാടില്ല. എങ്ങനെ? 100ൽ 6 മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ? ഉപദേശങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്ന് പിള്ളേരോട് എന്തൊക്കെയാ വർത്താനം പറഞ്ഞ നമ്മള്? കുഞ്ഞുമക്കളോട് അങ്ങനെ ചെയ്യലടാ, ഫോണോടെ വെക്കടാ, പോയി പഠിക്കടാ, അത് ചെയ്യടാ, കുളിക്കടാ, എണീക്കടാ, ഉറങ്ങടാ. അത് മാത്രമേ ഉള്ളൂ സ്നേഹത്തോടുള്ള സംസാരം. എവിടെ? ഞാൻ തീറ്റ കൊടുക്കണ്ട്, മതിയോ? മാത്രം മതിയോ? ഇതുകൊണ്ടാണ് നമ്മുടെ മക്കൾ അനുസരണക്കേടുള്ളവരായി പോണത്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാ, ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാ സ്നേഹം തിരിച്ചറിയണത്? ടച്ചിങ്, അവരെ തൊടുക, തലോടുക, ചുംബിക്കുക, സ്നേഹത്തോടെ വർത്താനം പറയാ. അല്ലാണ്ട് ഭീകരനായ വാപ്പ. ആ മക്കള് വഴിതെറ്റിപ്പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ കാവലാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ സ്വഭാവമൊക്കെ മാറണം. കൽബില് അള്ളാനോടുള്ള പ്രണയം വരുമ്പോൾ നമ്മുടെ കൽബ് സോഫ്റ്റ് ആകും. നമ്മുടെ കൽബ് വളരെ സോഫ്റ്റ് ആകും. അപ്പൊ നമ്മുടെ മുഖത്ത് ചിരി വരും. നമുക്ക് ചിരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? കൽബ് കട്ടിയായതുകൊണ്ടാണ്. എന്റെ കൽബ് കട്ടിയായി പോയത്, കൽബിൽ ആരോട് സ്നേഹമില്ല? അള്ളാനോട് സ്നേഹമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഐഡിയ നിങ്ങൾ ചെയ്താൽ മതി. രാത്രി തഹജ്ജുദിന് എണീറ്റിട്ട് ഒറ്റക്കിരിക്കുക, വേറെ ആരും വേണ്ടെന്നേ, മക്കളും കാണണ്ട, ഭാര്യയും കാണണ്ട, ഒറ്റക്കിരുന്നിട്ട് പടച്ചവനോട് വർത്താനം പറയാ, അവനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. കൽബ് പതിയെ പതിയെ അലിഞ്ഞു വരും. എല്ലാരോടും സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നും. ആ ജീവിതം മനോഹരമായി തീരും. ഹബീബ് റസൂലുള്ളാഹ് അങ്ങനെയല്ലേ? എല്ലാവരോടും അങ്ങനെയായിരുന്നു എന്നാണ്. ഒരിക്കല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പ്രിയപ്പെട്ട പള്ളിയാണ് മദീന, മസ്ജിദുൻ നബവി ഇല്ലേ?
മദീന പള്ളിയിലുണ്ട് ഒരു ദിവസം ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് നിന്ന് മൂത്രമൊഴിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളിവിടെ നിസ്കരിക്കാനിരിക്കുമ്പോൾ എരമത്തൊരു ചങ്ങായി വന്നിട്ട് അവിടെ നിന്ന് മൂത്രമൊഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അവൻ മൂത്രമൊഴിക്കുവോ? പിന്നെ അവന് മൂത്രമൊഴിക്കുവോ? മൂത്രമൊഴിക്കാൻ പറ്റുമോ? അല്ലേ? അമ്മാതിരി നമ്മൾ ഇടിച്ച് കലക്കിയിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ മൂത്രമൊഴിക്കാൻ. ഫഖാല അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് നിർത്ത് അട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തൊട്ടുപോകരുത്, അയാൾ ഒഴിച്ചോട്ടെ, തൊട്ടുപോകരുത്, അയാൾ ഒഴിച്ചോട്ടെ. ഫനഹാഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞ് അയാൾ മൂത്രമൊക്കെ ഒഴിച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റായപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, സുക്കു അലൈഹി തൽവം മിൻ മാ, ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഒഴിച്ചേക്ക്. സയ്യിദുനാ റസൂലുള്ളാഹ് ആരോട് പറയാ? സ്വഹാബത്തിനോട് പറയണം. കാർപ്പറ്റൊന്നുമല്ല, അന്ന് മണലാണ്. മണലിലേക്ക് മൂത്രമൊഴിച്ച് അതിന്റെ മേലെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാൽ തീർന്നു, അത്രേ ഉള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹ് എല്ലാം കഴിഞ്ഞിട്ടേ ആ മനുഷ്യനെ അങ്ങോട്ട് വിളിച്ചു, ഇവിടെ വന്നേ, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഇതൊരു പള്ളിയാണ്, മൂത്രമൊഴിക്കണ സ്ഥലമല്ല. ഇത് ഖുർആൻ ഓതാനും അള്ളാഹുവിന് ദിക്ർ ചെയ്യാനുള്ള സ്ഥലാട്ടോ, ഇനി ഇങ്ങനെ ചെയ്യരുതേ. സയ്യിദുനാ റസൂലുള്ളാഹ്. വിവരമില്ലാത്ത ഒരാൾ തെറ്റ് ചെയ്താല് സ്നേഹത്തോട് ഉപദേശിക്കണം. എന്നാൽ തെമ്മാടിത്തരം കാണിക്കാൻ വരുന്നവനെ കൈകാര്യം ചെയ്യണം, അത് വേറെ വിഷയമാണ്. രണ്ടും രണ്ടായി മനസ്സിലാക്കണം. ആ മനുഷ്യനെ പോലും ചേർത്ത് പിടിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തിനേറെ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ലൗ അന്ന റജുലൻ ഖാമ ബൈന റുക്നി വൽ മഖാം യഅ്ബുദുല്ലാഹ 70 സന, ഒരാള് കഅബാലയത്തിന്റെ അടുക്കൽ നിന്ന് 70 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. അങ്ങനെ കഅബാലയത്തിന്റെ അടുക്കൽ നിന്ന് 70 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. ലബഅസഹു അല്ലാഹു യൗമൽ ഖിയാമ മഅ മൻ യുഹിബ്ബുഹു, നാളെ ഖിയാമത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹ് അവനോട് ചോദിക്കണത് ഈ 70 കൊല്ലത്തെ നിസ്കാരത്തിന്റെ കണക്കാണോ? അല്ല, നിന്റെ മനസ്സിൽ നീ ആരെയാണ് സ്നേഹിച്ചത് എന്നാണ്. അവരുടെ കൂടെ പോയിരുന്നോ എന്ന് അള്ളാഹു പറയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നിന്റെ മനസ്സിൽ റസൂലുള്ളാഹ് ഉണ്ടോ? നമ്മൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടില്ലേ, രാത്രി മുത്തുനബിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം കൊണ്ടുവരാണ് ആര്? റബീഅ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറയാം, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. എനിക്കെന്താ നബിയെ വേണ്ടത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയെ നോക്കിയിരിക്കണം. സ്വർഗത്തിൽ ഏറ്റവും വലിയ ആനന്ദം എന്താ? മുത്ത് നബിയെ നോക്കിയിരിക്കലാണ്. ആ നൂറ് മുഹമ്മദ് കിട്ടുന്നവർക്കാണ് ആരെ കാണാൻ ഭാഗ്യം ഉണ്ടാവുക? അള്ളാനെ കാണാൻ ഭാഗ്യം. അതാണ്, ഒന്ന് പാടിക്കേ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്നേഹം വേണം കൽബിൽ. നമ്മൾ സ്നേഹിക്കുന്നവരെ അവരുടെ കൂടെ അള്ളാഹു നമ്മെ പരലോകത്തിരുത്തും. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വല്ല റീൽസിലെ നടന്മാരെയാണോ, അല്ലെങ്കിൽ സിനിമാറ്റിക് ആക്ടേഴ്സിനെയാണോ, അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളെയാണോ? അവരുടെ കൂടെ പൊയ്ക്കോന്ന് അള്ളാഹ് പറയും, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കൽബിൽ അള്ളാഹിനോട് സ്നേഹമുണ്ടോ, അള്ളാഹിന്റെ പടപ്പുകളോടൊക്കെ സ്നേഹം ഉണ്ടാകും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നബി തങ്ങൾ പറയാൻ, നിങ്ങളൊരു മനുഷ്യനായിട്ട് കണ്ടുമുട്ടി, വലൗ സഅതൻ മിനൻ നഹാർ, പകലിൽ 1 മിനിറ്റാണ് കണ്ടുമുട്ടിയതെങ്കിലും നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന് അള്ളാഹ് ചോദിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹ്ക്കത് ഭയങ്കര. നിങ്ങളിപ്പോ ഇങ്ങനെ പോകുമ്പോ അള്ളാഹിന്റെ ഒരു അടിമേനെയാണ് കാണുന്നത്, അള്ളാഹിന്റെ പടപ്പിനെയാ കാണുന്ന സമയത്ത് കൈയൊന്ന് കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും, എന്താണ് വിശേഷം, നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ചിരിക്കാതെ മുഖം കറുപ്പിച്ചിട്ടാണ് പോണതെങ്കിൽ അള്ളാഹ് വിടൂല. അള്ളാഹ് ചോദിക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം നിങ്ങൾ പരസ്പരം അപമാനിച്ചത് ആരെയാണ്? അവന്റെ ഹൽക്കിനെയാണ്, ഹൽക്കുള്ളാനെയാണ്, അള്ളാന്റെ സൃഷ്ടികളെയാണ്. അപ്പൊ എപ്പോ ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും, റാത്തല്ലേ, എന്തുണ്ട് വിശേഷം ചോദിക്കണം. അത് അള്ളാഹ്ക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ പരിഗണിക്കുന്നത് ഏത് ബോധ്യത്തിലാണ്? ചില ആൾക്കാരുണ്ട്, ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവനെ കണ്ടാ അസ്സലാമു അലൈക്കും, പൈസക്കാരൻ ഹാജിയാരെ സുഖൽ, ഇത് അള്ളാന്റെ സൃഷ്ടിയാണെന്ന് എഴുതിയിട്ടാണോ? അവന്റെ പോക്കറ്റ് വീർക്കാനാ, അത്രേ ഉള്ളൂ. രാഷ്ട്രീയക്കാരെ കാണുമ്പോ അല്ലെങ്കിൽ മെമ്പർമാരെ കാണുമ്പോ
എന്താ സന്തോഷം! എന്നൊരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ആ സന്തോഷമുണ്ടോ? അവന്റെ കൽബില് ഹൽക്കുള്ളയില്ല, അള്ളാന്റെ സൃഷ്ടിയാണെന്നുള്ള ബോധമൊന്നുമില്ല. ആ സ്നേഹം അവനെ നരകത്തിലേക്ക് എത്തിക്കും. ഷഫീഉന റസൂലുള്ളാഹ്. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാവരോടും, പണക്കാരനോടും പാവപ്പെട്ടവനോടും അറിവുള്ളവനോടും അറിവില്ലാത്തവനോടും ഒക്കെ അള്ളാന്റെ സൃഷ്ടി എന്ന നിലയിലുള്ളൊരു സ്നേഹം, അതാണ് അടിസ്ഥാനം. അത് അള്ളാഹിനോട് മഹബത്തിന്റെ തെളിവാണ്. പരിശുദ്ധ റസൂൽ ഒരു ആരിഫായ മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ വാതിലിൽ മുട്ട് കേൾക്കാൻ അദ്ദേഹം വാതിൽ തുറന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാട്ടോ തന്നെ കാണാൻ വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, സലാമൊക്കെ മടക്കി. എന്നിട്ട് എന്താടാ പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് ഭയങ്കര ഒരു പരിഭവന്തൻ? ഒന്നുമില്ല, ഞാനേ ഈ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്തിരി റോൾ ചെയ്യുന്ന ആളാണ്, നിനക്കറിയാലോ. ഞാൻ കടം വാങ്ങും കൊടുക്കും, കടം വാങ്ങും കൊടുക്കും. ഒരു 400 ദിർഹം വാങ്ങിയിട്ട് പെട്ടുപോയി. കയ്യിൽ പൈസ എനിക്ക് കൊടുക്കാൻ പറ്റണില്ല. എനിക്കൊരു കാര്യം ചെയ്യാവോ? നീ ഒരു 400 ദിർഹം എനിക്ക് തരാവോ? ഞാൻ ഇൻഷാ അല്ലാഹ് അല്പം കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനത് മടക്കിത്തരും. ഇൻഷാ അല്ലാഹ് ഞാനത് മടക്കിത്തരും. ഇത് കേട്ട ആരിഫായ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യൻ ഓടിച്ചെന്ന് 400 ദിർഹം എടുത്തുകൊണ്ടെന്ന് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോ തന്നാ മതി, നിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോ തന്നാ മതി. ഇനി നീ തരുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ ഞാൻ പൊരുത്തപ്പെട്ടിട്ടാണ് ഇത് തന്നിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് 400 ദിർഹം കൊടുത്തു. അയാൾ യാത്രയായി. ആ മനുഷ്യൻ പോയപ്പോ ഈ ആരിഫായ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യൻ നിന്ന് കരയാൻ, ഭയങ്കര പൊട്ടിക്കരയാണ്. അപ്പൊ കെട്ടിയോള് വന്നു. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം, കൊടുക്കണേനും മുമ്പ് ആലോചിക്കണമായിരുന്നു. അങ്ങനെയല്ലേ? പെട്ടെന്ന് നിങ്ങളൊരു ആവേശത്തിനെടുത്ത് കൊടുക്കണേനും മുമ്പൊക്കെ ചിന്തിക്കണമായിരുന്നു. 400 ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ തരൂല. നിങ്ങളുടെ ഡയലോഗ് എന്താ? മരിച്ചു പോയെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടോളാം എന്നാണ്. ആരെങ്കിലും തിരിച്ചു കൊടുക്കോ? ഈമാനില്ലാത്തവൻ തിരിച്ചു കൊടുക്കോ? ഉള്ളോം കൊടുക്കും. നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, വേറെ ആരിലേക്കും നോക്കണ്ട. അങ്ങനെ ഒരു ഡയലോഗ് കടം മേടിക്കുന്ന ആൾ നമ്മളോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ നമ്മളങ്ങോട്ട് അഴിച്ചു വിടും. അത് കൊടുക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഭാര്യ ഒന്ന് പറയാൻ, നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടല്ലേ, ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? പൈസ പോയതിനല്ല ഞാൻ കരഞ്ഞത്, ആ പണം കൊടുത്തതിനുമല്ല ഞാൻ കരഞ്ഞത്. പിന്നെന്തിനാ? ഞാനും അവനും തമ്മിൽ ചെറുപ്പം മുതലേ കൂട്ടുകാരാ. ഇപ്പോഴും ഞങ്ങള് വളരെയധികം സുഹൃത്ത് ബന്ധമുള്ളവരാ. എന്നിട്ട് അവന് 400 ദിർഹം കടമുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ റബ്ബ് ആ വിഷയത്തിൽ എന്നെ ചോദ്യം ചെയ്യൂലേ? ഒന്നാലോചിക്കുക. എന്റെ കൂട്ടുകാരന് 400 ദിർഹം കടമുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യൂലേ? ഞാൻ പിന്നെ റബ്ബിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയണതിൽ എന്തർത്ഥമുള്ളത്? അള്ളാന്റെ ഹൽക്ക് എന്റെ കൂട്ടുകാരൻ, അവന്റെ കടം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നന്ദി കെട്ട അടിമയായി പോയില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളും അവരുടെയൊക്കെ ഒരു ദറജ എത്രയാണ്. അപ്പൊ സൃഷ്ടികളോട് സ്നേഹത്തോടെ പെരുമാറുക, അവരുടെ സങ്കടങ്ങൾ അറിയുക, അവരുടെ കണ്ണീരൊപ്പുക, ഇത് മുഹിബിന്റെ അടയാളാണ്. പരിശുദ്ധ റസൂൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ചുരുക്കാൻ, അല 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 എന്ന് പറഞ്ഞാൽ ഉറങ്ങണവരെ എണീറ്റിരിക്കാനാണ്. അല വ ഇന്ന ലില്ലാഹി അവാനിയ ഫീ അർളി. പടച്ചോന് ദുനിയാവിൽ ഇഷ്ടമുള്ള ചില പാത്രങ്ങളുണ്ട്, ഇഷ്ടമുള്ള ചില പാത്രങ്ങളുണ്ട്. ഏതാണ് ആ പാത്രം? വഹിയൽ ഖുലൂബ്, അത് ഹൃദയമാണ്. ഫഅഹബ്ബുൽ അവാനിയ ഇലല്ലാഹ്, എന്നാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല പാത്രങ്ങൾ 3 എണ്ണാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. 3 ഹൃദയം: തെളിഞ്ഞ ഹൃദയം, ഉറച്ച ഹൃദയം, മൃദുവായ ഹൃദയം. എങ്ങനെ? തെളിഞ്ഞ ഹൃദയം, ഉറച്ച ഹൃദയം, മൃദുവായ ഹൃദയം. ഇത് 3 എണ്ണവും അള്ളാന്റെ മുഹിബിന്റെ അടയാളാണ്. അവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഗസാലി ഇമാം ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു രാജാവിന്റെ മുമ്പിൽ റോമക്കാരും ചൈനക്കാരും വരുന്നുണ്ട്. റോമൻസും ഉണ്ട്, ചൈനക്കാരുണ്ട്. രണ്ടുപേരും വാദിക്കണം, ഞങ്ങളാണ് നന്നായിട്ട് ചിത്രം വരക്കുക. ഗസാലി ഇഹിയയിൽ പറയുന്ന ചരിത്രമാണ്. ഞങ്ങളാണ് നന്നായിട്ട് ചിത്രം വരക്കുക. രണ്ടുപേരും വാശി പിടിച്ചപ്പോ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ചിത്രം വരച്ച് കാണിക്കാൻ അനുവാദം നൽകി. 2 ചുവരുകളാണ്, ഇങ്ങനെ 2, ഈ സൈഡിലും ഈ സൈഡിലും. നടുക്കൊരു കർട്ടൻ ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കാതിരിക്കാനായിട്ട്. നിങ്ങൾ വരച്ചോളാൻ പറഞ്ഞു. റോമക്കാർ ഒരുപാട് സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് പെയിന്റ് അടിച്ച് അടിപൊളിയാക്കാൻ തുടങ്ങി. ചൈനക്കാര് ആകെ ചെത്തി മിനുക്കാൻ പറ്റിയ 1-2 സാധനങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പെയിന്റും ബ്രഷൊന്നും കാണാനില്ല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ റോമൻസ് പറഞ്ഞു, ഞങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചൈനക്കാർ പറഞ്ഞു, നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും വരച്ചിട്ടുണ്ട്.
ഇപ്പൊ രാജാവിന് അത്ഭുതമാണ്. ഈ സംഗതി കയ്യിൽ പെയിന്റിങ് ബ്രഷ് ഒന്നും ഇല്ലല്ലോ, ഇവര് പിന്നെ എങ്ങനെയാ വരച്ചിട്ടുണ്ടാവുക? കാലേതാ നിങ്ങൾ ചിന്തിക്കണം, 1000 കൊല്ലം മുമ്പുള്ള കഥയിൽ പറയണത്. അങ്ങനെ രാജാവ് നടുവിൽ നിന്ന് ആ കർട്ടൻ അങ്ങ് മാറ്റുമ്പോൾ ചെത്തിമിനിക്ക് കണ്ണാടി പോലെ ആക്കിയിട്ടുണ്ട് ചൈനക്കാർ അവരുടെ മതില്. അപ്പോ ഈ റോമൻസ് വരച്ചതിന്റെ പ്രതിബിംബം എവിടെയുണ്ട്? ചൈനക്കാരുടെ മതിലുണ്ട്. അപ്പൊ കഷ്ടപ്പെടാതെ അത്ര വലിയ ഭംഗിയുള്ള ഡ്രോയിങ് സമ്മാനിച്ചതിന് സമ്മാനം ചൈനക്കാർക്ക് കൊടുത്തുവെന്ന് ഇമാമുൽ ഗസാലി. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ തൗബയാകുന്ന ആയുധം കൊണ്ട്, തൗബയാകുന്ന ഉളി കൊണ്ട് ചെത്തി മിനുക്കി കണ്ണാടി പോലെ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിയാൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള രഹസ്യങ്ങൾ പോലും നിങ്ങളുടെ കൽബിൽ അള്ളാഹു കാണിച്ചു തരും. ഇമാമുൽ ഗസാലി. അങ്ങനെ നിങ്ങളറിയാതെ നിങ്ങളുടെ കൽബിൽ പല രഹസ്യങ്ങളും അള്ളാഹു തുറന്നു തരും. ലൗഹിലുള്ള രഹസ്യങ്ങൾ പോലും നിങ്ങളുടെ കൽബിൽ അള്ളാഹു കാണിച്ചു തരും. തൗബ കൊണ്ട് ചെത്തി മിനുക്കണം. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹിനോട് തൗബ ചെയ്ത് ആ ഹൃദയത്തെ ചെത്തി മിനുക്കിയാൽ കണ്ണാടി പോലെ തിളങ്ങും. അള്ളാഹുവിന് അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഉറച്ച പാത്രം ഏതാ? ദീനിന്റെ വിഷയത്തിൽ ഉറപ്പുള്ളതാണ്. അതാണ് രണ്ടാമത്തെ ഹൃദയം. മൂന്നാമത്തേത് സൃഷ്ടികളോടൊക്കെ മൃദുവായ പെരുമാറ്റം. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുക. ഈ നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്ക്, നമ്മുടെ കൽവിലേക്ക് അള്ളാന്റെ നോട്ടം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആരോടൊക്കെ ദേഷ്യമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ദേഷ്യം പിടിക്കേണ്ടി വന്ന ചില ആളുകളുണ്ട്. അവരല്ല, നമ്മുടെ ഈ ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി കുടുംബക്കാരോട്, അയൽക്കാരോട് മിണ്ടാതെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. രാഷ്ട്രീയത്തിന്റെ പേരിൽ, മറ്റു പലതിൻ്റെയും പേരിൽ. അതൊക്കെ മാപ്പ് കൊടുക്കണം. ആർക്ക് വേണ്ടിയിട്ട്? അവരൊക്കെ ആരാണ്? അള്ളാന്റെ സൃഷ്ടിയാണ്. ഈ ബോധ്യത്തോടുകൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങൂലേ? കേട്ടില്ല? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മൾ എന്താണ് ആ സംഗതി എന്ന് പഠിച്ചില്ലേ? നമ്മുടെ കൽബിൽ കൊണ്ടുവന്ന് വെക്കേണ്ടത് അള്ളാഹിനോടുള്ള മഹബത്താണ്, പ്രണയമാണ്. ആ പ്രണയമുണ്ടോ, ലൈഫ് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ അടിപൊളിയാവും. ഓക്കെ, ഇനി പൊതുപരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ, സ്കൂളിലും മദ്രസയിലും പലയിടങ്ങളിലും എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ, മനസ്സറിഞ്ഞ് യാ അർഹമർ റാഹിമീൻ എന്ന് 3 തവണ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ. അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരും, അനുകൂലമാക്കി തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വെറും 3 തവണ. എന്നിട്ട് ദ്വാരക്ക യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. അള്ളാഹു ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്കൊക്കെ എല്ലായിടങ്ങളിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 33,333 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ഏതാണ്? ഇന്നലെ നമ്മൾ ചോദിച്ചത് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അത് സയ്യിദത്തുന റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹു അടുത്ത ബറക്കത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അസുഖബാധിതനായി കിടന്നത് എത്ര നാളാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. നമ്മുടെ ഈ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്ത ധാരാളം ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന പ്രവാസികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സമയത്ര വൈകിയതുകൊണ്ടൊരു ദുആയിലേക്ക് കടക്കുന്നില്ല. വിശാലമായിട്ട് നമുക്ക് വൈകുന്നേരം 5:30 മണിക്ക് ദ്വാരക്കാം. ഏതായാലും പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും പ്രവാസ ലോകത്തുള്ളവർക്കും എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകട്ടെ. മനസ്സിലുള്ള വേദനകളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മനസ്സിൽ എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുത്തത്, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ മുറാദെല്ലാം അള്ളാഹു ഹാസുലാക്കി തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.